തീർച്ചയായിട്ടും ആട് ഷൂട്ടിംഗ് സമയത്തും ലൊക്കേഷനിലും ആ ഒരു വേളയിലെല്ലാം നമുക്കൊരു ന്യൂജൻ സിനിമയാണ് ഇത്. യെസ്, ഒരു സൂപ്പർ ഹിറ്റ് മൂവി വരുന്നു എന്ന് പറഞ്ഞു. ബട്ട് തിയേറ്ററിൽ വന്നപ്പോൾ അത്രയും ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. അത്രത്തോളം അത് എങ്ങനെ അത് നമുക്ക് സ്വയം ഒരു ആശ്വാസം കണ്ടെത്തുമല്ലോ. അതിനകത്ത് സ്വയം ആശ്വസിക്കാനുള്ള വകകളൊന്നും തിയേറ്റർ റെസ്പോൺസിൽ ഉണ്ടായിരുന്നില്ല, ടു ബി വെരി ഫ്രാങ്ക്. കാരണം ഞങ്ങളൊക്കെ, ഞാനൊരു ആക്സിഡൻ്റൽ ഡയറക്ടറാണ്. അപ്പോൾ എഴുത്താണ് താല്പര്യം, തിരക്കഥകൾ എഴുതുക എന്നുള്ളതൊക്കെയായിരുന്നു ആഗ്രഹം. അപ്പം ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം കേട്ടപ്പം ഒരു ഷോർട്ട് ഫിലിം ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അജുവിൻ്റെ അടുത്ത് ഞാൻ ഒന്ന് കഥ പറഞ്ഞു. എനിക്ക് സാൻഡ്ര എന്നോട് പറഞ്ഞു, കാര്യം ഇത് ആദ്യമായൊരു ഷോർട്ട് ഫിലിം രൂപേണയാണ് വന്നത്. പിന്നീടാണ് എന്നാൽ ഇത് സിനിമയ്ക്കുള്ള വകുപ്പുണ്ടല്ലോ എന്ന് വിജയബാബു പറയാനാണ് ഞാൻ ഷോർട്ട് ഫിലിം അവസാനിച്ചിരുന്നത് ബാക്കി എഴുതിയത്. അങ്ങനെ അത് എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വിജയബാബു ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്, സാജിദും മജു എല്ലാം പറഞ്ഞു നീ തന്നെ സംവിധാനം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് വരെ ഞാൻ ചൂട് സംവിധാനം ചെയ്യുന്ന ലൊക്കേഷനിൽ ഒരു 10-15 ദിവസം പോയി എന്നല്ലാതെ നമ്മളെ സാങ്കേതിക വശങ്ങളൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. കാരണം അത് നമ്മുടെ ദാറ്റ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞ് വെച്ചേക്കായിരുന്നു. അങ്ങനെ ചെയ്യേണ്ട ഒരു ഘട്ടം വന്നു. അപ്പോൾ തിരക്കഥയിലേക്ക് എടുത്തി അടി പോലെ തന്നെ എന്നാൽ പിന്നെ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് വളരെ ആക്സിഡൻ്റലായിട്ട് പടം സംവിധാനം ചെയ്യാൻ ഇറങ്ങിയതാണ് തുടക്കം. അപ്പോൾ അത് സംവിധാനം ചെയ്ത് വന്നപ്പോൾ കുഴപ്പമില്ല, നന്നായി വരുന്നുണ്ട്. ജയസൂര്യക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ തിയേറ്ററിലൊരു നോൺ സെൻസിക്കൽ ഫിലിം ഇറക്കി കളയാം, ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് അതായിരുന്നു. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും ഒരു മാസോളം പ്രതീക്ഷിച്ചായിരിക്കാം, ഒരു പക്ഷേ അതിലെ ഹ്യൂമേഴ്സൊക്കെ ചിലപ്പം പഴയതായി പോയതായിരിക്കാം, അറിയില്ല. നന്നായി വരണമെന്ന് വിചാരിച്ചൊരു പടം അത് ചിലപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം, പാരലൽ ട്രാക്കുകൾ കുറേ ഉണ്ടായിരുന്നു. ആ പടം തലകുത്തനെ തിയേറ്ററിൽ വീണുപോയി. എന്ന് വെച്ചാൽ ഭയങ്കര പൊട്ടലല്ല പൊട്ടിയത്, ആളുകളുടെ പ്രതീക്ഷയ്ക്കുള്ളൊരു സംഭവം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴത്തേക്കും ഓൺലൈനിൽ അതുവരെ ഓംശാന്തി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞവരെല്ലാവരും ഓൺലൈനിൽ കൂട്ടത്തോടെ ആടിനാക്രമിച്ചു. ഒരു ഘോരാപരാധം ചെയ്ത പോലത്തെ ഒരു അക്ഷന്തവ്യമായ തെറ്റ്. കാര്യം എനിക്ക് തോന്നുന്നു ആൾക്കാർ രണ്ടാമത്തെ പ്രേക്ഷകൻ എന്ന് പറയുന്ന പ്രക്ഷുബ്ധരായ ഒരു പ്രേക്ഷക സമൂഹം കേരളത്തിനുണ്ട്. അപ്പം നമുക്ക് രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചു മോളെ, ഇത് ഭാഗ്യം. +2നും അത് കീപ്പപ്പ് ചെയ്യണം. ബിക്കോസ് രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നത് നിർണായകമായ ഒരു 10ാം ക്ലാസ്സിൽ നമ്മൾ പരാജയത്തിന്റെ വക്കിൽ നിന്ന് കഷ്ടി 210 ഗ്രേസ് മാർക്കോട് കൂടി പാസ്സായി അവിടെ നിന്നു. ഓംശാന്തിക്ക് ഞങ്ങൾ 547 തന്നു. എഴുത്തുകാരൻ നിലയിലൊക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. സംവിധാനത്തിലേക്ക് ചുവടുമാറുമ്പോൾ സിനിമയുടെ നട്ടല് എന്ന് പറയുന്നത് തിരക്കഥയാണ്, ഓഫ് കോഴ്സ് തിരക്കഥയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് സംവിധായകന്റെ ഒരു മേലങ്കി എടുത്ത് അണിയുമ്പോഴത്തേക്കും നമുക്കറിയാലോ സംവിധായകന്റെ ആവിഷ്കാര കല തന്നെയാണ് സിനിമ. അത് അവിടെ നമ്മൾ വട്ടപ്പൂജയായി പോയി. പിന്നീട് അവിടെ ആശ്വസിക്കാൻ ഭാഗ്യമൊന്നും കിട്ടിയില്ല. നമ്മൾ ടോട്ടലി ഡൗൺ ആവും. കാരണം നമ്മൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ പരാജയപ്പെടുമ്പം നമുക്ക് അത് ഈ പറഞ്ഞ പോലെ എല്ലാവരും പ്രീ പ്രൊഡക്ഷൻ സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും നന്നായി ഗംഭീര സിനിമ എന്ന് പറഞ്ഞൊരു സാധനം തിയേറ്ററിൽ വീഴുമ്പോൾ നമുക്ക് സ്വാഭാവികമായും വിഷമം വരും. പിന്നെ അതിൻ്റെ ഒരു ആശ്വാസം കിട്ടിയത് CD ഇറങ്ങിയപ്പോഴത്തേക്കും, ടൊറൻ്റ് ഇറങ്ങിയപ്പോഴത്തേക്കും, TV വന്നപ്പോഴത്തേക്കും ഈ സിനിമയിലെ ക്യാരക്ടേഴ്സൊക്കെ ആളുകൾക്ക് പ്രിയപ്പെട്ടവരായി. പടത്തിനൊരു കൾട്ട് സ്റ്റാറ്റസ് വന്നു. പിന്നെ അതിന് രണ്ടാം ഭാഗത്തിന് വേണ്ടി ആളുകൾ അത് ചോദിച്ചു തുടങ്ങി. രണ്ടാം ഭാഗത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നു. അപ്പോൾ അതിന് ഈ ഒരു ആശ്വാസം എന്ന് പറയുന്ന സംഗതി കിട്ടിയത് ഈ സാധനം ടൊറൻ്റിൽ വന്നപ്പോഴാണ്. നമ്മൾ ഉദ്ദേശിച്ചൊരു പ്രേക്ഷകൻ അവസാനം പടം കണ്ടല്ലോ, അവരിലേക്ക് എത്തിയല്ലോ എന്നൊരു ആശ്വാസം.